Hi friends, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ ദോശ. അതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു കപ്പ് അളവിൽ 1.5 കപ്പ് മൈദ എടുത്തു. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ആ മൈദ പാകത്തിന് വെള്ളമിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ പാൻ വെച്ചു, ഓയിൽ ഇട്ടു. ഇനി നമുക്ക് കടുക്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, പച്ചമുളക്, കാഷ്യൂ നട്ട്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു നോർമൽ ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി, ഓവറായിട്ട് ഫ്രൈ ചെയ്യണ്ട. ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മൈദ മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മൈദമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ദോശയ്ക്ക് ആവശ്യമായ ചട്നി റെഡിയാക്കാം. ചട്നി ഇവിടെ ഞാൻ സാധാ ചട്നി ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങാപ്പീര, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങാപ്പീര, നമ്മൾ അരിഞ്ഞ സവാളയിൽ ഇച്ചിരി, പിന്നെ 2 റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് അരച്ചെടുക്കുക. അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ആഡ് ചെയ്യുക. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു പാത്രത്തിൽ ഇത്തിരി ചൂടുവെള്ളം ആക്കി എടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളം നമ്മുടെ ചട്നിയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചട്നിക്ക് ആവശ്യമായ കടുക് വറുത്തത് റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിൽ ചൂടായതിന് ശേഷം കടുക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാള, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ഒരു നോർമൽ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചട്നിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക.
സവാള ഫ്രൈ ആകാനുള്ള ആവശ്യത്തിന് വേണ്ടി ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സിമ്പിൾ ചട്നി റെഡിയായി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശക്കല്ല് വെച്ചതിന് ശേഷം ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി മൈദ ദോശ റെഡി ആയിരിക്കുകയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. താങ്ക് യു.